friends, welcome back to my YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ 3 പേരും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ യാത്ര ഒരുപാട് പേരുടെ സ്വപ്ന നഗരമായ ന്യൂയോർക്കിലേക്കാണ് കേട്ടോ. ഇതൊരു പ്ലാൻ ചെയ്ത ട്രിപ്പൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കവർ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ നമ്മൾ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ 3 പേരും മാത്രമല്ല, വിഘ്നേഷും ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് അറിയണ്ടാവും വിഘ്നേഷിനെ. പ്രജയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. രാവിലെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ച ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ഒരു 11:30. മേഴ്ക്കുട്ടിയുടെ ഫ്രണ്ടിനെയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. നമ്മളുടെ വീട്ടിൽ നിന്ന് ന്യൂയോർക്കിൽ എത്താൻ കാണിക്കുന്ന സമയം ഒരു 2.5 മണിക്കൂർ 2.25 മണിക്കൂർ അങ്ങനെയാണ്. പക്ഷേ ട്രാഫിക്കിനനുസരിച്ചിരിക്കും നമ്മൾ എപ്പോൾ എത്തും എന്നുള്ളത്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും പ്രതീക്ഷിക്കാം. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് പ്രജയുടെ ഓഫീസ്. അപ്പം മേഴ്ക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കായിരുന്നു ഓഫീസ് ഏതാന്നുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മേഴ്ക്കുട്ടി നല്ല ഉറക്കമായി. പോകുമ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ളത്. അമ്മാസ് റെസ്റ്റോറൻ്റാണെന്ന് പറഞ്ഞു. തമിഴ്നാട്ടിലത്തെ അതേ വിഭവങ്ങളൊക്കെ കിട്ടുമെന്നും പറഞ്ഞു. പോയി നോക്കാം. ഞങ്ങൾ ഏകദേശം എത്താറായി. അപ്പോഴേക്കും ലഞ്ചിൻ്റെ ടൈമൊക്കെ കഴിയാറായിട്ടുണ്ട്. ആ റെസ്റ്റോറൻറ്റ് അടയ്ക്കുമോ എന്നുള്ള പേടിയിലാണ് ഞങ്ങൾ ഈ പോകുന്നത്. അമ്മാസ് കിച്ചൺ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലാണോ എന്ന് സംശയിച്ചു പോവും. ജയലളിതയുടെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇതാ അമ്മാസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള കടയാണ്. ആൾക്കാർ ഇപ്പോഴും പക്ഷെ പോകുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് ഏകദേശം 3/4 മണിക്കൂറാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി സമയം ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും റെസ്റ്റോറൻറ്റ് അടയ്ക്കാനുള്ള സമയമാവും. ബൊഫേണ്. ഒരു ഭാഗത്ത് വെജിറ്റേറിയൻസിനും ഒരു ഭാഗത്ത് നോൺ വെജിറ്റേറിയൻസിനും ഉണ്ട്. വീഡിയോ എടുത്ത് നിന്നാൽ ശരിയാവില്ല, ഞാൻ വേഗം പോയി കഴിക്കട്ടെ. കണ്ടില്ലേ, നല്ല ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ പൊറോട്ട, ചിക്കൻ കറി, മട്ടൻ കറി, ചില്ലി ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കഴിക്കാനുള്ള സമയം മാത്രം ഉണ്ടായിരുന്നില്ല. ധൃതി പിടിച്ചിട്ടൊരു കഴിക്കലായിരുന്നു. ഈ സേമിയ പായസം അടിപൊളിയായിരുന്നു. ഡെസേർട്ട് എല്ലാം അടിപൊളിയായിരുന്നു. അമ്മ ഫുഡ് കഴിക്കുന്നു. ഉണ്ണിയുടെ പിങ്ക് ചിപ്സ് താഴെ വരുന്നു അല്ലേ? ഒരാൾ അവിടെ നിന്ന് കഴിക്കാൻ സമയം കിട്ടാഞ്ഞിട്ട് ചിപ്സ് എടുത്തിട്ട് കയ്യിൽ വെച്ചതാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിതാ നേരെ പോവുകയാണ്. ആ ദൂരെ കാണുന്നില്ലേ, അതാണ് നമ്മുടെ ന്യൂയോർക്ക് നഗരം. നമ്മളൊന്നും പ്ലാൻ ചെയ്യാതെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണ് ഇങ്ങോട്ട് ഫസ്റ്റ് പോകണം എന്നുള്ള തീരുമാനം എടുത്തത്. ഫസ്റ്റ് ഞങ്ങൾ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് അവിടെ നിന്ന് തീരുമാനിക്കാം. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് ശനിയാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ട്രാഫിക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ. പാർക്കിങ്ങൊക്കെ കണ്ടുപിടിക്കാൻ നല്ല കഷ്ടപ്പെട്ടു. എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ ഓൺലൈനിലാണ് എടുത്തിരുന്നത്. ഞങ്ങൾ അവിടെ ഇറങ്ങി ക്യൂവിൽ നിന്നു. വലിയ തിരക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അകത്തേക്ക് കയറിപ്പോകാം. പതിവ് പോലെ എയർപോർട്ട് പോലെ തന്നെ നമുക്ക് എല്ലാ സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞിട്ട് വേണം അകത്തേക്ക് പോകാൻ. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു മിനിയേച്ചർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തതിന് ശേഷം അകത്തേക്ക് കയറി പോവുകയാണ്.
ഇതിനുള്ളിലെ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ലെൻസ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് കാണിക്കുകയാണ്. അവിടെ കാണുന്ന ചിത്രങ്ങളൊക്കെ ഇല്ലേ, അത് നമുക്ക് ഈ ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ എല്ലാം ലൈവായിട്ട് കാണാം. അതായിരുന്നു അതിൻ്റെ പ്രത്യേകത. എങ്ങനെയാണ് ആ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സിനിമ പോലെ തന്നെ അവിടെ കാണാം. Keep your eyes open. See those hot rivets flying through the air? Nice catch, Lou! Get those planks out of the way, huh? ലിഫ്റ്റിലെ കാഴ്ചയായിരുന്നു കേട്ടോ അത്. നമ്മുടെ ലിഫ്റ്റിന് മുകളിൽ ഇങ്ങനെയാണ്. നമ്മൾ ലിഫ്റ്റിൽ കയറി നിന്നാൽ നമുക്കത് ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ മേലേക്ക് പോകുകയാണല്ലോ. You're gonna ride that thing all day. Do something useful, will ya? All right, we're coming up to the 80th floor. You're headed to the top of the Empire State Building, right here in the heart of New York City. 80ാമത്തെ ഫ്ലോറിലാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത് കേട്ടോ. ഇനി അവിടെ നിന്നും നമുക്ക് മേലേക്ക് പോകണം. ഇതൊരു അടിപൊളി അനുഭവമായിരുന്നു കേട്ടോ. കാരണം സൺസെറ്റിൻ്റെ സമയമായിരുന്നു. ഞങ്ങൾ ടൊറൻറ്റോ പോയപ്പോഴും ഇതുപോലെ ഒരു ടവറിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് CN ടവർ എന്നായിരുന്നു. അതും വലിയ ടവർ തന്നെയായിരുന്നു. നമ്മൾ കയറി നിന്നാൽ നമുക്ക് ചുറ്റുപാടുള്ളത് മുഴുവൻ കാണാമായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു. പക്ഷേ ഇത് ന്യൂയോർക്ക് സിറ്റിയല്ലേ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം ആ സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങളവിടെ നിന്നു. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തും ഒന്ന് പോയി കാണാം. പുറത്തേക്ക് വന്നാൽ നമുക്ക് ഗ്ലാസ്സിലൂടെ അല്ലാതെ തന്നെ പുറമെ ഫുള്ളായിട്ട് കാണാം. അതായിരുന്നു ഇവിടുത്തെ വലിയ പ്രത്യേകത. നമുക്ക് CN ടവറിൽ നമ്മൾ അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പകലാണ് ഇവിടെ വന്ന് കണ്ടിരുന്നെങ്കിൽ നമുക്ക് ഇത്ര ഭംഗി തോന്നിയിട്ടുണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ആ രാത്രി ലൈറ്റൊക്കെ ഇട്ടപ്പോഴേ വേറൊരു ഫീൽ തന്നെയായിരുന്നു. ഇനി ഇതിൻ്റെ മേലെയും പോകുന്നവർക്ക് പോകാം. എക്സ്ട്രാ ടിക്കറ്റ് എന്തോ ഉണ്ട്, അത് എടുത്താൽ മതി. ഇപ്പം നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇനി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് വെച്ച് പിടിക്കുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. കിടുകിടാന്ന് വിറക്കായിരുന്നു ഞങ്ങൾ. அங்க பாருங்க 69 68 ஈஸி 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 கால் ஒரு மார்க்கா நீ கேர்ஃபுல் ரா थोड़ा ഉണ്ണിയുടെ അത്ര ഉള്ളൂ അല്ലേ അത്? രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് ഇതും ഒന്ന് ഇതും. അത് ഏതാ ഉണ്ണി? ഇത് ഏതാ സെലക്ട് ചെയ്യും? ഉണ്ണിക്ക് ഇഷ്ടമായത് ഇതാണോ അതാണോ? സൂപ്പർ ഷോക്ക് അടിച്ചോ?
ഉണ്ണി അതെടുത്തോ. Chocolate is like anti-poison. അതിൽ ന്യൂയോർക്ക് ഉണ്ട്, അതെടുത്തോ. Get it. Take it. This is for you, baby. ഞങ്ങളങ്ങനെ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ടൈംസ് സ്ക്വയറിലേക്കാണ്. നമ്മുടെ വേട്ടയാട് വിളയാടിലെ സിനിമയിൽ ജ്യോതിയും കമലഹാസനും ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, ആ നടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് ടൈംസ് സ്ക്വയറിലാണ് തോന്നുന്നത് ഷൂട്ട് ചെയ്തത്. അതിനു മുമ്പ് ഞങ്ങൾക്കൊരു ചായ കുടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു ചായ കുടിക്കാൻ ഈ തണുപ്പത്ത് ആരാണ് ആഗ്രഹിക്കാത്തത്? വീട്ടിൽ പോയിട്ടേ കുടിക്കുള്ളൂ പറഞ്ഞിട്ട് ചായ എന്നൊക്കെ പറഞ്ഞ ചായയെ കുടിക്കണ്ടെന്നായി ഞങ്ങൾക്ക്. കാരണം പാലും ഉണ്ടായിരുന്നില്ല, ചായപ്പൊടി ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. വേറൊരാൾ ഇവിടെ മാംഗോ ലസ്സിയാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ ടൈംസ് സ്ക്വയറും എത്തിയിരിക്കുന്നു. നല്ല തിരക്കായിരുന്നു. ഈ തിരക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇവിടെ ഇഷ്ടമാവും. നമ്മൾ പൂരപ്പറമ്പിലൊക്കെ പോവില്ലേ, അതുപോലെ ആയിരുന്നു ഇവിടെ. ഈ സ്ഥലമാണ് കേട്ടോ അവിടുത്തെ മെയിൻ ഭാഗം. എനിക്കൊരൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഈ ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങളില്ലേ, അവർ ഞങ്ങളെ വളഞ്ഞങ്ങോട്ട് ഫോട്ടോ എടുപ്പിക്കുക ചെയ്തത്. ഞങ്ങളുടെ ഫോണാണ് പിടിച്ചു വാങ്ങി. എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം അവരുദ്ദേശിച്ച പൈസ തന്നെ അവർ വാങ്ങും ചെയ്തു. അവിടെ നിന്ന് കുറേ ഫോട്ടോസും എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ പിസ്സ ഷോപ്പൊക്കെ കണ്ടില്ലേ, നല്ല തിരക്കായിരുന്നു കേട്ടോ. ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു. എന്താണെന്നാവോ ഇത്രമാത്രം പ്രത്യേകത. ഇന്ന് നമുക്ക് സമയമില്ല, അതുകൊണ്ട് ഞങ്ങൾ ക്യൂ ഒന്നും നിൽക്കാൻ നിന്നില്ല. അടുത്ത ലക്ഷ്യം നമ്മുടേത് ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ്. ഇവിടെ ശരവണഭവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ദോശ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വണ്ടി നിർത്തി. പക്ഷേ സമയം കഴിയാറായിട്ടുണ്ടായിരുന്നു. അവിടെയും ക്ലോസ് ചെയ്യേണ്ട ടൈം ആവാറായിട്ടുണ്ടായിരുന്നു.
പ്രജയുടെ എന്നത്തെയും പോലെ പൊങ്കലിൽ പിടിച്ചു. ഞാനൊരു ഗീ റോസ്റ്റാണ് വാങ്ങിയത്. ഞാനും മിഴിക്കുട്ടിയും കഴിക്കാനുള്ള തന്നെ അതുണ്ട്. പിന്നെ 2 വടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും മുഴുവനായിട്ട് കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്.